ഹലോ, ഇന്ന് ഞാൻ ചെയ്യുന്ന നമ്മുടെ രണ്ട് വിരലിലിരിക്കുന്ന അത്രയുള്ള കുഞ്ഞു തണ്ണിമത്തനാണ്. ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ക്ലേ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് എൻ്റെ വീഡിയോ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഇതിനു മുന്നേ ചെയ്തതൊക്കെ ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. കാണുമ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് രണ്ട് ബോളും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, തണ്ണിമത്തൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ. അതിനുശേഷം ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം തീരെ ചെറുതായതുകൊണ്ട് നമ്മളൊന്ന് ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണ് അത് ചെയ്തത്. പിന്നെ ബാക്കിയെല്ലാം നല്ല എളുപ്പത്തിൽ തന്നെയാണ് ചെയ്തത്. പ്ലേറ്റ് നല്ല റൗണ്ടായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒലിവ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തണ്ണിമത്തൻ്റെ പുറം ഭാഗത്ത് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഉള്ളിൽ റോസും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഈ പുല്ലൊക്കെ ചെത്താനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മെഷീൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. ഇപ്പം എനിക്ക് വോയിസ് എടുക്കാനായിട്ട് വേറെ വഴിയില്ല. ഞാനിപ്പോൾ ഒരു റൂമിൽ കയറി കടച്ചിരുന്നിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിലും ആ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ലൈറ്റും കുറവായിരുന്നു, കാരണം ഞാനൊരു വൈകുന്നേരമാണ് ഞാൻ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ രാവിലെയാണ് മാക്സിമം എടുക്കുന്നത്. പക്ഷേ ഇതെടുത്ത സമയത്ത് ഇച്ചിരി വൈകുന്നേരം ആയിപ്പോയി, കുറച്ച് തിരക്കൊക്കെ കാരണം ഞാനിത് വൈകുന്നേരത്തായി വീഡിയോ എടുത്തത്. അപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു ഇത് കാരണം ഇതിൻ്റെ കളറൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, സോറി. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് ഇഷ്ടമായോ എന്ന് പറയണേ. ഞാൻ ഈ റെഡ് കളർ അടിച്ചതിന് ശേഷം സീഡ് വരച്ചപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോലെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു സംഭവം മാറാനായിട്ട് ഞാൻ ആ കുഞ്ഞു തണ്ണിമത്തൻ്റെ സീഡ് ഇച്ചിരി വലുതാക്കാനായിട്ട് നോക്കി. അന്നേരം അത് പടർന്നു, ബ്ലാക്ക് കളർ പടർന്നിട്ട് അതും കുറച്ച് കുളവായി. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് ജസ്റ്റ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ അറിയത്തില്ല, എങ്കിലും കുറച്ച് ബോറായിപ്പോയെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. ഞാൻ പലരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതേപോലെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ തീരെ ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പാടാണ്. അപ്പോൾ അടുത്തത് ഏത് ഫ്രൂട്ട്സ് ഉണ്ടാക്കണം എന്ന് നിങ്ങളൊന്ന് പറയണേ, കാരണം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. വലുതായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഏതാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ചെറുതാകുമ്പോൾ കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങളിനി ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതാ ഇനി ചെയ്യേണ്ടതെന്ന്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനെന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണ്ട, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടോടെ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടുത്ത ഏത് ചെയ്യണമെന്നും കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്